നമസ്കാരം. ശിവൻകുട്ടി, അതായത് നമ്മുടെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ മന്ത്രി, ഇപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് സംസാരിക്കുന്നതിലൊക്കെ വിഷമമുണ്ട്. പക്ഷെ മുമ്പൊരു ഗുണ്ടയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയുള്ള ട്രിപ്പീസ് കളിയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്പീക്കറെ ശക്തൻ എന്ന് പറയുന്ന സ്പീക്കറെ തടയാൻ വേണ്ടി KM മണി അവതരിപ്പിച്ച ബഡ്ജറ്റ് തടയാൻ വേണ്ടി അദ്ദേഹം ട്രിപ്പീസ് കളിച്ചുകൊണ്ട് സ്പീക്കറുടെ ഡയസിൽ കയറി എല്ലാം നശിപ്പിക്കുന്ന രംഗങ്ങൾ ചരിത്രപ്രസിദ്ധമാണ്. എത്ര കുപ്രസിദ്ധനായാണ് ശിവൻകുട്ടി പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ചത് മുരളീധരൻ്റെ ഒരു ഔദാര്യമാണ്. BJPയുടെ വോട്ട് അട്ടിമറിച്ച് അദ്ദേഹം 36,000 വോട്ട് അധികം നേടിയപ്പോൾ ശിവൻകുട്ടി താനെ വിജയിക്കുകയായിരുന്നു. അങ്ങനെ BJP അവിടെ പരാജയപ്പെട്ടു നിയമത്ത്. അങ്ങനെ മന്ത്രിയായ ശേഷം അദ്ദേഹം വളരെ മാന്യനായി ഒരു മന്ത്രിയായി മാറി എന്നുള്ളതാണ് സത്യം. എല്ലാവരോടും പക്വതയോടുകൂടി കൃത്യതയോടുകൂടി സംസാരിക്കുന്ന ഒരാളായി മാറി. അദ്ദേഹത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിന് പോലും മോശമായ ഒരു അഭിപ്രായമില്ല എന്ന് VD സതീശൻ തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ശിവൻകുട്ടി ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പൊട്ടിക്കുകയുണ്ടായി. എന്താണ് കാര്യം അറിയാമോ? യുവജനോത്സവത്തിൽ സ്വാഗത ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ഒരു 10 മിനിറ്റ് നേരം കുട്ടികളുടെ ഡാൻസ് രംഗം ക്രമീകരിക്കുന്നതിന് വേണ്ടി മുമ്പ് യുവജനോത്സവത്തിലൂടെ വളർന്നു വന്ന് നടിയായി പ്രശസ്തിയായ ഒരു നടി എന്ത് ചെയ്തു? 5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ആദ്യം സമ്മതിച്ചു, അത് വന്ന് ക്രമീകരിച്ച് തരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. പിന്നീട് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ നടിയെ വേണ്ട, അഹങ്കാരത്തിന് നമ്മൾ നിന്ന് കൊടുക്കേണ്ട. അവിടെ ധാരാളം മ്യൂസിഷ്യന്മാരുണ്ട്, ഡാൻസ് മാസ്റ്റർമാരുണ്ട്, അവരെ കൊണ്ട് നമുക്കത് ചെയ്യിപ്പിക്കാം. അവർക്ക് ആർക്കെങ്കിലും കൊടുത്താൽ അതിനൊരു നന്ദിയെങ്കിലുണ്ടാവും. ഒരു നന്ദിയില്ലാത്ത ഒരു നടിയാണ് ഇവരെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ നടിയെ കട്ട് ചെയ്യുകയുണ്ടായി. അത് പറഞ്ഞതോടുകൂടി വലിയ വിവാദമായി. ആരാണ് ആ നടി? നമുക്കറിയാവുന്ന നടി ഇപ്പോൾ പ്രചരിക്കുന്നത് പേര് മന്ത്രി തന്നെ പലരോടും പറഞ്ഞു എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്നറിയില്ല. മഞ്ജു വാര്യരുടെ പേരാണ് വിളിച്ചു പറയുന്നത്. മഞ്ജു വാര്യർക്ക് ഭയങ്കര അഹങ്കാരമാണ്, തലക്കനമാണ്, വലിയ നടിയാണെന്നുള്ള ഡംബാണ് എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞു എന്ന് പറയുന്നത്. അത് എത്രമാത്രം ശരിയാണെന്ന് മന്ത്രി തന്നെ വെളിപ്പെടുത്തണം. എന്തായാലും മന്ത്രി ഇങ്ങനെ പകുതി വെച്ച് വിഴുങ്ങാൻ പാടില്ല. ഇവിടെയുള്ള സകല നടിമാർക്കും ദോഷമാണ്. നമുക്കറിയാം, നവ്യ നായർ ഒരു നടിയാണ്. അതേപോലെ അവർ കലോത്സവത്തിലൂടെ കയറി വന്ന് കലാതിലകമായിട്ട്, മഞ്ജു വാര്യരെ പോലെ കലാതിലകമായിട്ട് വന്ന് നടിയായി വന്ന, പ്രശസ്തിയായി വന്ന ഒരു നടിയാണ്. ഇപ്പോൾ ജീവിതമെല്ലാം കൊഞ്ഞാട്ടിയായി ആയിട്ടുള്ളൊരു നടിയാണ്. അതേപോലെ കൊഞ്ഞാട്ടിയായിട്ടുള്ള ജീവിതമുള്ള ഒരാളാണ് മഞ്ജു വാര്യർ. അപ്പോൾ അതല്ല, ആരാണ് ഈ നടി എന്ന് പറയേണ്ട, കൃത്യമായി പൊതുസമൂഹത്തോട് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. അല്ലെ, എല്ലാ നടികളുടെ മേലും കണ്ണ് ഇപ്പോൾ പത്രക്കാരുടെ മുന്നിലുണ്ട്. ഏത് നടിയാണ് ഇത്തരം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഇത്രയും മോശമായ രൂപത്തിൽ സർക്കാരിനോട് മോശമായി പറഞ്ഞിട്ടുള്ളത്? 10 മിനിറ്റ് നേരം യുവജനോത്സവത്തിന് വന്ന് കുട്ടികളോടൊപ്പം നിന്ന് അതൊരു വലിയ ക്രെഡിറ്റായി എടുക്കേണ്ട ആ നടി പൈസയ്ക്ക് വേണ്ടി 10 മിനിറ്റിന് വേണ്ടി 5 ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറയുമ്പോൾ ആ നടി എത്രമാത്രം ഡീപ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി സമൂഹം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ നടി ആരാണ്? നമുക്കെന്തായാലും ശിവൻകുട്ടിയുടെ ആ സംസാരം നമുക്കൊന്ന് തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്, പൂർണ്ണമായി കേൾക്കാം. ഒരു അവതരണഗാനം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഒരു അവതരണഗാനം ചെയ്തതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച്, ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചു. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആസ്തി ഇവർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാവുന്ന കാര്യം. ഇവരെല്ലാം എത്ര മാന്യന്മാരാണ്, എത്ര സാധാരണക്കാരാണ്. പരിപാടിക്ക് പിടിച്ചാൽ കാശ് നമുക്ക് ഇങ്ങോട്ട് അവരങ്ങോട്ട് വാങ്ങില്ല എന്നുള്ള കാര്യമാണ്. ഞാൻ നമ്മുടെ ഭഗത്തിന് ഞങ്ങളുടെ കഴിഞ്ഞ ഓണാഘോഷത്തിന് വിളിച്ചു. കക്ഷി പ്ലെയിനിൽ വന്നു, എപ്പോഴും വന്നെന്നോ എവിടെ താമസിച്ചെന്നോ ഒന്നും നമുക്കറിയില്ല. പരിപാടിക്ക് കൃത്യസമയത്ത് എത്തിച്ചു വന്നു. ഞാൻ പറയുന്നത് ഈ സിനിമാ ലോകത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ ശരിക്കും വേദനിപ്പിച്ച ഒരു സംഭവമാണ്. വിദ്യാഭ്യാസ വകുപ്പിന് 5 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്ത കൊണ്ടൊന്നുമല്ല.
ഞാൻ കൊടുക്കൂലെന്ന് തീരുമാനിച്ചു. വേറെ എത്രയോ ഡാൻസ് ടീച്ചർമാരുണ്ട് കുട്ടികളെ ഇത് പഠിപ്പിക്കുവാൻ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത 1ാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേരുകെട്ട് സിനിമയിലൊക്കെ തന്നെ പോയത്. എന്നശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ നമ്മൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ്. കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളോടാണ് അഹങ്കാരം കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട്, മാധ്യമങ്ങളുണ്ടെങ്കിൽ പേര് പറയാതെ പത്രങ്ങൾ കൊടുക്കുന്ന എനിക്ക് തെറ്റൊന്നുമില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.